ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മുണ്ടൂർ ജംഗ്ഷൻ്റെ, അതായത് ഞങ്ങളുടെ തറവാട്ടിൻ്റെ മുന്നിലാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലാണ് ഞങ്ങളുടെ വീട്. ഇവിടെയൊക്കെ കടക്ക് വാടക കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മുടെ മുണ്ടൂർ കുമ്മാട്ടിയാണ് കേട്ടോ അതിന് വന്നിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് മുണ്ടൂർ കുമ്മാട്ടി എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു ഉത്സവം, കാരണം ഞങ്ങളുടെ ഫാമിലിയൊക്കെ ഒന്ന് ഒത്തുകൂടുന്ന ഒരു ദിവസമാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് മുതലേ നമ്മൾക്ക് വേറെ എങ്ങോട്ടും പോകണ്ട, നമ്മുടെ വീടിൻ്റെ മേലുള്ള സമയത്ത് മേലെ കയറി നിന്നിട്ട് ഇത് മൊത്തം പോണ വരെ ഇരുന്ന് കാണും കേട്ടോ. വേറെ എവിടേക്ക് ഞങ്ങൾ പോകുന്നില്ല അതിന് മേലെ. പക്ഷേ മേലെയൊക്കെ പൊളിച്ചു റോഡൊക്കെ വന്നതുകൊണ്ട് നമ്മളിപ്പോൾ ആദ്യമായിട്ട് താഴെ നിന്ന് കാണും കേട്ടോ. ഞാൻ 4 വർഷമായിട്ട് കണ്ടിട്ടില്ല കല്യാണം കഴിഞ്ഞ ശേഷം. ഇപ്പോഴാണ് 4ാമത്തെ കൊല്ലമാണ് കേട്ടോ കുമ്മാട്ടിക്ക് വരുന്നത്. കല്യാണത്തിന് മുന്നേയൊക്കെ എല്ലാ വർഷവും കൂടാറുണ്ട്. അതിന് ശേഷം 4ാമത്തെ കൊല്ലം ഇതാ കുമ്മാട്ടി കൂടാൻ വരികയാണ്. പറയാൻ എന്താ വാക്കുകളില്ല കാരണം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ അത്. ഇപ്രാവശ്യം എൻ്റെ ഇക്കയും കൂടെ ഉണ്ട് കേട്ടോ, അത് വേറെ സന്തോഷം. അങ്ങനെ ഇതാ വേലയൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി ഓരോ ഭാഗത്തെ. ഇന്ന് ഭയങ്കര ഒഴിവുണ്ട്, ഇങ്ങനെ ഒഴിവൊന്നും ഉണ്ടാവാറില്ല റോട്ടിലൊന്നും. ഭയങ്കര തിരക്കാണ്. കുറച്ചും കൂടി കഴിഞ്ഞ് തിരക്കാവും. പക്ഷേ നല്ല മഴയായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് നെന്മാറ വേല കൂടിയാണ് കേട്ടോ. ചിലപ്പോൾ അതായിരിക്കും. എൻ്റെ കണ്ണ് ഇപ്പോഴും കളിപ്പാട്ടത്തിലാണ് കേട്ടോ. നല്ല രസമാണല്ലോ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. നമുക്കൊരു നൊസ്റ്റാൾജിയ ഫീൽ അടിക്കും കേട്ടോ. അങ്ങനെ ഇതാ അതിഗംഭീരമായി മുണ്ടൂർ കുമ്മാട്ടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ഇരുട്ടാവാറായപ്പോൾ നല്ല ആളൊക്കെ വരാൻ തുടങ്ങി. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേല ഇതാ സെൻറ്റർ വേല എന്ന് പറയുന്നത് ഈ വേലയാണ് കേട്ടോ. അടിപൊളിയായിരുന്നു. ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. കമ്മിറ്റിക്കാർക്ക് വേറെ ഡ്രസ് കോഡ്, അവിടെ കളിക്കുന്നവർക്ക് വേറെ ഡ്രസ് കോഡ്. ഇതിൽ ഒരേ വേല തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ യൂത്തുകാർ മാത്രം ചേർന്നിട്ട് ഇപ്പോൾ പുതിയ കമ്മിറ്റി കൂടിയിട്ട് പുതിയ വേല ഇറക്കി. അവിടെ നിന്ന് 2 വേല ഉണ്ടായിരുന്നു കേട്ടോ. സെൻറ്റർ വേല എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു. നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടോ. അത് പെൺകുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അവർക്ക് പ്രത്യേക കെയറും പ്രൊട്ടക്റ്റും ഒക്കെ നന്നായി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് അവർ ഇത് കൂടി. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അവരൊരാളും മദ്യപിച്ചിട്ടില്ല എന്നാണ് കേട്ടോ. മദ്യപിച്ച ഫൈൻ അടയ്ക്കേണ്ടി വരും. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കാള. നല്ല വലിയ കാള അല്ലേ. ഞാനിപ്പോഴാണ് ഇങ്ങനത്തെ കാണുന്നു കേട്ടോ. എല്ലാവരും ഇപ്പോഴൊക്കെ ഉണ്ടാവാറുണ്ടെന്ന് അറിഞ്ഞു. എനിക്ക് തോന്നുന്നു ആൺകുട്ടികളെക്കാട്ടും കൂടുതൽ കളിച്ചത് പെൺകുട്ടികളാണെന്ന് തോന്നുന്നു കേട്ടോ. കാരണം നല്ല പെൺകുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു കേട്ടോ. അപ്പം എനിക്കത് അടുത്തേക്ക് പോയി വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. എന്നാലും മാക്സിമം ഒക്കെ ഞാൻ വീഡിയോ എടുത്തു. അവർക്കും അതുപോലെ ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പെൺകുട്ടികൾക്കും ഉണ്ടാവില്ലേ ആഗ്രഹങ്ങളൊക്കെ അല്ലേ. കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ നല്ല ഇരുട്ടായപ്പോൾ നല്ല മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. കാണാൻ മഴയത്ത് അവിടെ ഇവിടെയൊക്കെ കയറി നിന്നു കേട്ടോ. ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി കുറച്ചിങ്ങോട്ട് ഇറങ്ങി വന്നാണ്. പിന്നെ ഇതാ നല്ല അടിപൊളി ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. പക്ഷെ നേരെ ഒന്നും കാണാൻ പറ്റുന്നില്ല, കാരണം നമുക്ക് മഴ ആയതുകൊണ്ട് അവർ വേഗം പോവുകയാണ്. പിന്നെ 10 മണിയാകുമ്പോഴത്തേലും ഇതൊക്കെ വേലയൊക്കെ അമ്പലത്തിലെത്തും വേണ്ടേ. അപ്പത്തിൽ എല്ലാവരും പോലീസുകാർ വേഗം പറഞ്ഞു അയക്കേണ്ട, കാരണം നേരെ കളിക്കാനൊന്നും സമ്മതിക്കില്ല. പിന്നെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിങ്ങനെ കറങ്ങണ് കാണാൻ നല്ല രസമല്ലേ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 8-8:30 ആയപ്പോൾ നല്ല വെടിക്കെട്ടും പടക്കം പൊട്ടിക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഓരോ വെറൈറ്റി ആയിട്ടുള്ള ഓരോ കളികളും ഓരോ രൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു ഇതായിരുന്നു കേട്ടോ. നല്ല വലിപ്പുണ്ടായിരുന്നു കാണാൻ. പക്ഷെ നമുക്ക് അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ക്ലാരിറ്റി ഇല്ല കേട്ടോ. സംഭവം കാണാൻ ക്ലാരിറ്റി ഇല്ല. പക്ഷെ അടുത്തേക്ക് വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു വെളിച്ചത്തൊക്കെ ഇങ്ങനത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ. പിന്നെ ഇതാ നമ്മുടെ ആനയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറേ ആനകളുണ്ടായിരുന്നു ഇതിന് കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയാണ് പൊതുവേ ആനയുള്ള സ്ഥലത്തേക്ക് പോകാൻ. പക്ഷേ ഇത് നമുക്ക് ധൈര്യമാണ്, കാരണം നമ്മൾ വീട്ടിൻ്റെ മുന്നിലാണല്ലോ. എന്തിനെങ്കിലും ഉള്ളിലേക്ക് ഓടാന്നുള്ളൊരു ധൈര്യത്തിൽ അവിടെ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ പെട്ടെന്ന് നിൽക്കുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം വന്നിട്ടത്. എന്താ പേരെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ പേടിച്ചു കേട്ടോ. എല്ലാവരും പേടിപ്പിക്കാൻ വേണ്ടി നടക്കുകയാണ്. പെട്ടെന്ന് കണ്ടപ്പോൾ ഞാനും കുഞ്ഞാറ്റയൊക്കെ പെട്ടെന്ന് കണ്ട് പേടിച്ചു കേട്ടോ. നമ്മുടെ അടുത്തായിരുന്നു ഇത്.
അങ്ങനെ ഒരുപാട് രൂപങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ കണ്ടു. അങ്ങനെ നമ്മുടെ സെൻട്രൽ വേല തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് പൊതുവെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ ഒരു എല്ലാം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. ഇപ്പോൾ 10-11 ആയിട്ട് സമയം, എന്നിട്ടും വേലയൊന്നും കഴിഞ്ഞിട്ടില്ല. ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പിന്നെയും തിരിച്ചു വരും കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് നാളെ ഒഴിഞ്ഞത്. അപ്പോൾ നമുക്ക് പോകാൻ ഇപ്പോഴാണ് സമയം കിട്ടുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.